നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ SDPIയുടെ പിന്തുണ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് UDF. വലിയ വിമർശനമുണ്ടായ പശ്ചാത്തലത്തിലും ഇക്കാര്യം BJPയും LDFും വളരെ ശക്തമായിട്ട് തന്നെ ഉന്നയിച്ച് കോൺഗ്രസിനെയും UDFിനെയും പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പൊടുന്നനെ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ ഓപ്പോസിഷൻ ലീഡറും കൂടി ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചതും അങ്ങനെ SDPIയുടെ പിന്തുണ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയതും. എന്നിട്ടും ഈ ഒരു വിവാദം നിൽക്കും എന്ന് തോന്നുന്നില്ല. വരും മണിക്കൂറുകളിലും ഇതേക്കുറിച്ചുള്ള വിവാദങ്ങൾ തുടരും. ഇതിനുള്ള പ്രതികരണങ്ങൾ മറ്റ് പാർട്ടികളിൽ നിന്ന് തേടേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ ഉടൻ തന്നെ ലഭ്യമാവുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കൊച്ചി അധോലോകത്തെ News18 കേരളം തുറന്നു കാട്ടിയത് കൊള്ളേണ്ടെടുത്ത് കൊണ്ടു എന്നതിന് വ്യക്തമായ സൂചന കിട്ടുകയാണ്. News18 കേരളത്തിലെ അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിന് ഭീഷണി സന്ദേശം കിട്ടിയിരിക്കുകയാണ് കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്ന്. പോലീസ് ഇതേക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് പെരുമ്പാവൂർ അനസിന്റെ കൊട്ടേഷൻ മാഫിയയെ പുറത്തു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പോലീസ് തുടരുന്നത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. ആദ്യം പകൽ വാർത്തയിൽ പ്രധാന വാർത്തകൾ നോക്കാം. News18 കേരളം തുറന്നു കാട്ടിയ കൊച്ചി അധോലോകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളിൽ വിറളി പൂണ്ട ഗുണ്ടാ മാഫിയ. പെരുമ്പാവൂർ അനസിന്റെ കൊട്ടേഷൻ മുഖം വെളിപ്പെടുത്തിയതിന് News18 അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിനെ തീർക്കുമെന്ന് ഭീഷണി. വീടിന്റെ ചിത്രം പകർത്തി വാട്സാപ്പിൽ ഭീഷണി സന്ദേശം. SDPI പിന്തുണ വേണ്ടെന്ന് UDF. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയത ഒരുപോലെയെന്ന് വിശദീകരണം. വ്യക്തിപരമായി ആർക്കും UDFന് വോട്ട് ചെയ്യാമെന്ന് VD സതീശൻ. UDFന്റെ ഗതികേടെന്ന് SDPI. രാഹുലിന്റെ റോഡ് ഷോയിൽ പാർട്ടി പതാകകൾ ഒഴിവാക്കിയതിൽ വെട്ടിലായി UDF. BJPയുടെ ഭീഷണിക്ക് വഴങ്ങി ലീഗ് പതാക കോൺഗ്രസ് വേണ്ടെന്ന് വെച്ചെന്ന് മുഖ്യമന്ത്രി. PFI ആണ് കോൺഗ്രസിന്റെ കൂട്ടുകാരെന്ന് K സുരേന്ദ്രൻ. ഏത് പതാക വേണമെന്ന് പഠിപ്പിക്കേണ്ടെന്ന് KC വേണുഗോപാൽ. ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. നാടിൻ വികസന മുന്നേറ്റം കേസിലൂടെ നിറവേറാൻ കൈപ്പത്തിക്ക് വോട്ടുകൾ നൽകുക നാട്ടാരെ. റോഡ് ഷോകളോടെ പത്രിക നൽകലിന്റെ അവസാന ദിവസം കളറാക്കി സ്ഥാനാർത്ഥികൾ. K സുരേന്ദ്രനൊപ്പം സ്മൃതി ഇറാനിയും രാജീവ് ചന്ദ്രശേഖർക്കായി S ജയശങ്കറും പറന്നെത്തി. K മുരളീധരനും ഷാഫി പറമ്പിലും പത്രിക നൽകി. NSSന് ഇത്തവണയും സമദൂരമെന്ന് സുകുമാരൻ നായർ. കരുവന്നൂർ ബാങ്കിലെ CPM അക്കൗണ്ടുകളെക്കുറിച്ച് മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി. പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടുകളും പാൻ കാർഡുമായി ലിങ്ക് ചെയ്തവയെന്ന് വിശദീകരണം. ED അവരുടെ ജോലി ചെയ്യട്ടെ എന്ന് സുരേഷ് ഗോപി. PK ബിജുവിനെ ED ചോദ്യം ചെയ്യുന്നു. മലയാളി ദമ്പതികളും കൂട്ടുകാരിയും ആത്മഹത്യ ചെയ്തത് അന്യഗ്രഹത്തിൽ പുനർജനിക്കാൻ. ബ്ലാക്ക് മാജിക്കിലേക്ക് ആകർഷിച്ചത് നവീൻ. 3 പേരുടെയും മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. ട്രെയിനുകളിൽ TTEമാർക്കെതിരായ അതിക്രമം തുടരുന്നു. ഭിക്ഷാടകന്റെ ആക്രമണത്തിൽ ജൻശതാബ്ദിയിലെ TTE ജെയ്സന് കണ്ണിന് പരുക്ക്. ജോലി ചെയ്യാൻ പേടിയുണ്ടെന്ന് TTEമാർ. ആഴത്തുള്ള മുറിവ് അല്ലെങ്കിൽ കൂടി പേടിയാണ് വർക്ക് ചെയ്യാൻ. ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾ മരിച്ചിട്ട് ഇന്നലെ ഞങ്ങൾക്ക് അവസാനമായിട്ട് കാണാൻ പോലും സാധിച്ചില്ല. ഇന്നലെ ഇതേ വണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയതാണ്. ഓരോ യാത്രക്കാരെയും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് നമ്മുടെ എല്ലാവരും ആവശ്യമാണ്. കൊച്ചി അധോലോകത്തെ തുറന്നു കാട്ടിയ News18 കേരളത്തിന്റെ അന്വേഷണ പരമ്പരയിൽ വിറളി പൂണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊട്ടേഷൻ മാഫിയ. ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന News18 കേരളം അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിന് കിട്ടിയിരിക്കുന്ന ഭീഷണി സന്ദേശം. തുടർച്ചയായ ഭീഷണിപ്പെടുത്തലുകളാണ് ടോം കുര്യാക്കോസിനെതിരെ കൊട്ടേഷൻ മാഫിയ നടത്തുന്നത്. പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിൽ നിന്നുള്ള ഭീഷണിയാണ് ടോം കുര്യാക്കോസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിർത്തിക്കോളാൻ എന്നുള്ള ഭീഷണിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തീർത്ത് കളയും എന്ന് പോലും കൊച്ചി അധോലോകം നിയന്ത്രിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ്. കൊച്ചി പോലീസിൽ ഇതിനെക്കുറിച്ചുള്ള പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടോം കുര്യാക്കോസ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ടോം, തുടർച്ചയായി ടോമിന് ഭീഷണി വരികയാണല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഭീഷണി എന്താണ്? പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗങ്ങൾ അല്ലേ ഇതിന് പിന്നിൽ? ഇക്കാര്യത്തിൽ സംശയമില്ലല്ലോ. മഞ്ജുശ്രീ, കഴിഞ്ഞ മാർച്ച് 23-ാം തീയതിയാണ് News18 ഗുണ്ടാ നേതാവായ ഔറംഗസേബിന്റെ
വെളിപ്പെടുത്തൽ പുറത്തുവിട്ടത്. അത് കൊച്ചിയിലെ ഗുണ്ടാ തലവനായ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളും, പെരുമ്പാവൂർ അനസിൻ്റെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, മറ്റ് സ്വർണം പൊട്ടിക്കൽ കേസ്, സ്പിരിറ്റ് കടത്ത്, കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഔറംഗസേബ് തുറന്നു പറഞ്ഞത്. അന്ന് നമ്മൾ ആ വിവരങ്ങൾ, ആ വാർത്ത, ഔറംഗസേബിൻ്റെ അഭിമുഖം പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ, അതായത് മാർച്ച് 23-ാം തീയതി ആദ്യമായി എൻ്റെ ഫോണിലേക്ക് ഒരു വിദേശ നമ്പറിൽ നിന്നും, അതായത് ഇൻ്റർനെറ്റ് കോളാണ്, വിദേശ നമ്പറിൽ നിന്നും ഒരു ഭീഷണി സന്ദേശം വരുന്നു, ഭീഷണി കോൾ വരുന്നു. ഈ വാർത്ത അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത്, അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന്. പക്ഷെ നമ്മൾ ഇത്തരം ഭീഷണികളൊക്കെ പല അന്വേഷണാത്മക റിപ്പോർട്ടിനെ തുടർന്നും ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകർക്കും ഉണ്ടാകാറുള്ളതാണ്. അതിനെ ആ രീതിയിൽ മാത്രമാണ് കണ്ടത്, അതത്ര കാര്യമായി എടുത്തില്ല. പിന്നീട് ഓരോ ദിവസങ്ങളിലും പെരുമ്പാവൂർ അനസ് വിദേശത്തേക്ക് കടന്നതും കള്ള പാസ്പോർട്ട് തരപ്പെടുത്തിയതും അടക്കമുള്ള വിവരങ്ങൾ കൃത്യമായ തെളിവുകൾ സഹിതം നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെ ഭീഷണികളുടെ ഒരു പ്രവാഹമായിരുന്നു. അതായത് വാട്സപ്പിലൂടെ ഭീഷണിപ്പെടുത്തുക, വാട്സപ്പ് കോളുകൾ വഴി ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ വരിക, അങ്ങനെ ഓരോ ദിവസവും ഉണ്ടായി. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ആഴ്ച, അതായത് ഈസ്റ്റർ ദിനത്തിന് തൊട്ട് തലേ ദിവസം എൻ്റെ ഫോണിലേക്ക് ഒരു വാട്സപ്പ് വഴി, ഒരു വിദേശ നമ്പറിൽ നിന്നും വാട്സപ്പ് വഴിയും ഒരു ഭീഷണി സന്ദേശം, എൻ്റെ വീടിൻ്റെ ചിത്രമടക്കമുള്ള ഭീഷണി സന്ദേശം വരുന്നു. വീടിനകത്ത് ഞങ്ങൾ നിങ്ങളുടെ വീടിന് തൊട്ട് പുറത്തുണ്ട്, ഈ വാർത്ത, അതായത് ഇത് നിർത്തണം, ഇത് നിർത്തിയില്ലെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് ആ ഭീഷണി സന്ദേശം വാട്സപ്പ് മുഖേന എത്തിയത്. സ്വാഭാവികമായും അത് നമ്മുടെ വീട്ടിൽ ഈസ്റ്റർ ദിനമായതിനാൽ വീട്ടിൽ അതിഥികളും മറ്റുമുള്ളതിനാൽ ഒരു പരാതിയോ മറ്റു വാർത്തകളോ നൽകാൻ അത് നമ്മുടെ ന്യൂസ് 18-ൻ്റെ മേലധികാരികളെ അറിയിച്ചു. കാര്യങ്ങൾ ഈ ഭീഷണിയെക്കുറിച്ച് അറിയിച്ചിരുന്നു, തുടക്കം മുതൽ അറിയിച്ചിരുന്നു. പക്ഷെ അത് വാർത്ത കാരണം വീട്ടിലെ സ്വാഭാവികമായി അറിയാം, വീട്ടിൽ അതിഥികളും മറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായി ആശങ്കപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വേണ്ട എന്ന് കരുതിയാണ് നമ്മളത് വാർത്ത സംപ്രേഷണം ചെയ്യാറുള്ളത്. പക്ഷേ പോലീസ് അധികാരികളെ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെയും അതോടൊപ്പം നമ്മുടെ ഓഫീസ്, കൊച്ചിയിലെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന എറണാകുളം നോർത്ത് പോലീസിനെയും എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന തലയോലപ്പറമ്പ് പോലീസിനും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരം ഭീഷണി സന്ദേശം, സ്വാഭാവികമായി വ്യക്തിപരമായിട്ടുള്ള ഭീഷണി സന്ദേശങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും, പല വാർത്തകൾ ചെയ്യുമ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും, ആദ്യമായിട്ടാണ് ഒരു ഭീഷണി, അതായത് വീട് കേന്ദ്രീകരിച്ച് നമ്മുടെ വീടിന് മുന്നിൽ അവരുണ്ട് എന്ന രീതിയിൽ ഒരു സമ്മർദ്ദം, അതല്ലെങ്കിൽ ഭീഷണിയാകാം, ആ രീതിയിലുള്ള ഒരു ഭീഷണി സന്ദേശം, ഭീഷണി എനിക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്നത്. അത് പെരുമ്പാവൂർ അനസാണോ ആരോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷെ ആ രീതിയിൽ പോലും സംശയിക്കണം. കാരണം പ്രധാനമായും നമ്മുടെ അന്വേഷണ പരമ്പര പെരുമ്പാവൂർ അനസിനെ കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷേ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട ഫോൺ വിളികൾ മാത്രമല്ല ആദ്യഘട്ടത്തിൽ വന്നത്. കൊച്ചിയിലെ മറ്റ് ഗുണ്ടാ സംഘങ്ങളിലേക്ക് നമ്മുടെ അന്വേഷണം നീങ്ങുമെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാകാം മറ്റു പല കോണുകളിൽ നിന്നും ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നു. മാത്രമല്ല നടൻ ഷിയാസ് കരീമിനെ കേന്ദ്രീകരിച്ച് നമ്മൾ തുടർച്ചയായി വാർത്തകൾ നോക്കി. ഷിയാസ് കരീമും അനസും തമ്മിലുള്ള ബന്ധം, ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം, അതോടൊപ്പം പൊള്ളാച്ചിയിൽ ഈ ഷിയാസ് കരീം പെരുമ്പാവൂർ അനസിന് ഒരു കൊട്ടേഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം തെളിവുകൾ സഹിതം പുറത്തുവിട്ടതാണ്. ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടതാണ്. ഇതായിരിക്കാം സ്വാഭാവികമായി ഇവരെ പ്രകോപിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ടോം, അത് സംശയമില്ലാത്ത കാര്യമാണ്. തുടക്കം മുതൽ തന്നെ അത് ഇനി അങ്ങോട്ട് തുടരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം സന്ദേശങ്ങൾ വന്നതെങ്കിൽ പിന്നീട് ഇത് ആവർത്തിക്കുന്നത് കണ്ട് കൂടുതൽ കട്ടിയായുള്ള സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ലല്ലോ, ഇതിലിപ്പോൾ ഈ പോലീസിന്റെ അന്വേഷണം തുടങ്ങിയതിന് ശേഷമാണോ ഇപ്പോൾ ഈ പറയുന്ന വീടിന്റെ ചിത്രം എടുത്തുകൊണ്ട്, അതായത് വീടിന്റെ മുന്നിൽ വന്ന് ചിത്രം പകർത്തി ടോമിന്റെ വാട്സാപ്പിലേക്ക് അയക്കുകയായിരുന്നുവല്ലോ. അത് ഈ പോലീസിന്റെ അന്വേഷണം തുടങ്ങുകയും ഔറംഗസേബിനെ ചോദ്യം ചെയ്തു. പിന്നെ ഇബ്രാഹിം കുട്ടിയുടെ വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടു. ഇബ്രാഹിം കുട്ടിയെ ATS ചോദ്യം ചെയ്തു, പോലീസ് വിവരങ്ങൾ തേടി. ഇതിനൊക്കെ ശേഷമാണോ ഈ ഭീഷണിയുടെ കട്ടി കൂടിയത്, ഈ ഫോട്ടോ പോലും അയച്ചു തന്നത്? തീർച്ചയായും അങ്ങനെ മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം, സാധാരണ പെരുമ്പാവൂർ അനസുന്ന ഗുണ്ടാ തലവനെ കുറിച്ച് പല കേസുകളിലും കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് പെരുമ്പാവൂർ അനസാണ്. ഈ ഒരു സമീപ വർഷങ്ങളിലാണ്, കഴിഞ്ഞൊരു 5-10 വർഷത്തിനിടെയാണ് പെരുമ്പാവൂർ അനസ് കൊച്ചി അധോലോകത്ത് സാന്നിധ്യം അറിയിക്കുന്നത്. അതിനു മുൻപ് മറ്റു പല ഗുണ്ടാ നേതാക്കന്മാരും അടക്കി ഭരിച്ചിരുന്ന ഭായ് നസീറിനെ പോലെ, തമ്മന് ഷാജി, മരടനീഷിനെ പോലുള്ള ഗുണ്ടാ തലവന്മാർ അടക്കി ഭരിച്ചിരുന്ന കൊച്ചി അധോലോകത്തേക്കുള്ള സാന്നിധ്യം പെരുമ്പാവൂർ അനസ് അറിയിക്കുന്നത് കഴിഞ്ഞൊരു 5-10 വർഷത്തിനിടെയാണ്. പക്ഷേ അനസിൻ്റെ പല കേസുകളിലെയും പങ്കാളിത്തം സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത്ര സജീവമായി പുറത്തു വന്നിരുന്നില്ല. പക്ഷെ നമ്മളുടെ വാർത്തകൾക്ക് പിന്നാലെയാണ് തിരുവനന്തപുരം നെടുമ്പാശ്ശേരി
തട്ടിക്കൊണ്ടുപോകൽ കേസ്, രാമനാട്ടുകരയിലെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് എസ്കോട്ട് പോയ രാമനാട്ടുകരയിലെ അപകടം, അഞ്ച് യുവാക്കൾ കൊല്ലപ്പെട്ട സംഭവം, അതോടൊപ്പം മറ്റു പല കേസുകളുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിലും പെരുമ്പാവൂർ അനസിന്റെ പങ്ക്, പൊള്ളാച്ചിയിൽ തട്ടിക്കൊണ്ടുപോകൽ കേസ്, ഉണ്ണിക്കുട്ടൻ കൊലപാതക കേസ്, ഈ കേസുകളെല്ലാം പെരുമ്പാവൂർ അനസിന് പങ്കുണ്ട് എന്ന് അനസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഔറംഗസേബ്, നിഷില്, ഇബ്രാഹിം കുട്ടി, ഇട്ടൻ ഉൾപ്പെടെയുള്ളവർക്ക് ന്യൂസ് 18ലൂടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട പുനരന്വേഷണം സ്വാഭാവികമായി ഉണ്ടാകാം. ATS ഇതിന്റെ അന്വേഷണം നടത്തുന്നുണ്ട്, കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്, ന്യൂസ് 18ന്റെ വാർത്തകൾ പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പല രേഖകളും നമ്മളുടെ കൈവശത്ത് അവർ ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ പോലീസും അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഈ ഔറംഗസേബിനെയും അതോടൊപ്പം നിഷിലിനെയും അടക്കം ചോദ്യം ചെയ്തു എന്നാണ് ചോദ്യം ചെയ്തിരിക്കുകയാണ്. അവരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കം പരിശോധിക്കുകയാണ്, അന്വേഷിക്കുകയാണ്. ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത നടപടി. ശരിയാണ് ടോം. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷിക്കുന്നു, ATS ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കൂടുതൽ ആളുകൾ വെളിപ്പെടുത്താൻ തയ്യാറായി മുന്നോട്ട് വന്നു. കൂടുതൽ കൊട്ടേഷൻ സംഘങ്ങൾ, ഈ പണി ഉപേക്ഷിക്കാൻ തയ്യാറായവർ, അതുപോലെ തന്നെ പെരുമ്പാവൂർ അനസുമായി തെറ്റിപ്പിരിഞ്ഞ കൊട്ടേഷൻ സംഘങ്ങൾ, ഇവരൊക്കെ പുതിയ വെളിപ്പെടുത്തലുകൾ ന്യൂസ് 18 കേരളത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം ടോമിന് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഗൗരവമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് മന്ത്രി VN വാസവൻ പറയുന്നത്. ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്ന് കരുതുന്നുണ്ടെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ടോം കുര്യാക്കോസിന്റെയും കുടുംബത്തിന്റെയും സുരക്ഷയ്ക്കായുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. സംഭവം ഉണ്ടായാൽ നമ്മുടെ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ നിയമ സമാധാനത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്ന നീക്കത്തിനെതിരെയുള്ള ഒരു ഭീഷണി കൂടിയായിട്ട് വേണം ഇത്തരത്തിലുള്ള ഭീഷണികളെ കണക്കാക്കാൻ. അതുകൊണ്ട് പോലീസ് ശക്തമായി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള ഒരു ഭീഷണിയുടെ സ്വരമാണ് ശ്രീ ടോമിനെ ഭീഷണിപ്പെടുത്തിയതിലൂടെ സുഹൃത്തു കൂടിയ ശ്രീ ടോം മാധ്യമ പ്രവർത്തകരിൽ കേരളം അറിയപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയനായ മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം യാഥാർത്ഥ്യബോധത്തോടു കൂടി ഒരു വാർത്ത പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഭീഷണിയായി വരുന്നത് അപലനീയമാണ്, പ്രതിഷേധാർഹമാണ്. അതിനെതിരെ അധികാരികൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് മുൻ DGP-യായ സിബി മാത്യൂസ് ആണ്. നേരത്തെ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയമായ പല നടപടികളും കൈക്കൊണ്ടിട്ടുള്ള ആളാണ്. ഒരുപാട് ഗുണ്ടകളെ അദ്ദേഹം അമർച്ച ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ അന്ന് കാപ്പ പോലുള്ള കർശനമായ നിയമങ്ങൾ ഇല്ലായിരുന്നു. എന്നിട്ട് കൂടി തനിക്ക് ഇക്കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞുവെന്ന് സിബി മാത്യൂസ് പറഞ്ഞു. സിബി മാത്യൂസിന്റെ പ്രതികരണം അല്പസമയത്തിനകം കാണാം. അതിനു മുൻപ് ഇപ്പോൾ ഹൈബി ഈഡൻ MP ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഹൈബി ഈഡൻ, ടോം കുര്യാക്കോസിന് നേരെ ഭീഷണി ഉണ്ടായിരിക്കുകയാണ്. താങ്കൾ നേരത്തെ ഈ കൊച്ചി അധോലോകത്തെക്കുറിച്ച് ടോം കുര്യാക്കോസ് ന്യൂസ് 18 കേരളത്തിലൂടെ പുറത്തുവിട്ട വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുള്ള ആളാണെന്ന് ഞാൻ കരുതുകയാണ്. എന്തായാലും ഇങ്ങനെ ഇത്ര വലിയ വിവരങ്ങൾ പെരുമ്പാവൂർ അനസിനെ പോലെയുള്ള കൊട്ടേഷൻ മാഫിയയെക്കുറിച്ച് നൽകുമ്പോൾ ഇത്തരം വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ഭീഷണികൾ വരുന്നത് അതെന്തായാലും ശരിയല്ലല്ലോ. ഇക്കാര്യത്തിൽ എന്ത് നടപടി കൈക്കൊള്ളണമെന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഹൈബി? സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം ആദ്യം നടക്കുന്നത് ഇപ്പൊ കേരളത്തിലാണ്. ആ മാധ്യമ പ്രവർത്തനത്തിന്റെ നിഷ്പക്ഷതയും സത്യസന്ധതയും അല്ലെങ്കിൽ അവരുടെ മൊറയിലിനെ തകർക്കുന്ന തരത്തിലാണ് കേരളത്തിലെ പോലീസ് നോക്കുകുത്തികളായി ഇവിടെ നിൽക്കുന്നത്. ഡ്രഗ് മാഫിയ, മയക്കുമരുന്നിന്റെ ഒരു വലിയ ലോബി കൊച്ചി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്നു. നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു മോഡേൺ സിന്തറ്റിക് ഡ്രഗ്സിന്റെ അവൈലബിലിറ്റി, ഇതെല്ലാം കണക്റ്റഡ് ആണ്. ക്രൈമും ഡ്രഗ്സും അതുപോലെ തന്നെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസും എല്ലാം കണക്റ്റഡ് ആണ്. അതിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഇതിനെതിരെ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാവണം. അവരിൽ പല ആളുകളുമായിട്ട് ഉന്നത മേഖലയിലുള്ള ആളുകളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടിട്ടാണ് ഇവരെ ഇത്രയും ധാർഷ്ട്യത്തോടും ധിക്കാരത്തോടു കൂടിയും ഈ ജനാധിപത്യ രാജ്യത്ത് അവര് ഇതുപോലുള്ള റിപ്പോർട്ടർമാർക്കെതിരെ, ടോമിനെ പോലുള്ള വളരെ മികച്ച നിലവാരം പുറത്തുന്ന റിപ്പോർട്ടർമാർക്കെതിരെ ഇത്തരം ഭീഷണി സന്ദേശങ്ങളുമായി വരുന്നത്. അതൊരു കാരണവശാലും നമ്മുടെ ഒരു സംവിധാനത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. ശക്തമായ പ്രതികരണവും നിരന്തരമായി തുടർന്നും ഇതിന്റെ റിപ്പോർട്ടിംഗ് ഉണ്ടാവണം എന്നാണ് എന്റെ അഭ്യർത്ഥന.
അതെന്തായാലും റിപ്പോർട്ടിംഗ് തുടരും, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു കാര്യം കൂടി, ഈ പെരുമ്പാവൂർ അനസിന്റെ ഈ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ അത് പോലീസിന് അറിയാൻ പാടില്ലാത്തതൊന്നുമല്ലല്ലോ. ഇക്കാര്യം അറിഞ്ഞിട്ട് പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പുതിയ നടപടികൾ ഉണ്ടാകുന്നതായി താങ്കൾ കരുതുന്നുണ്ടോ? കുറച്ച് ചോദ്യം ചെയ്യലുകൾ നടക്കുന്നുണ്ട്, എന്തായാലും അതിനപ്പുറം ഉന്നതരായിട്ടുള്ള ആളുകളുടെ, പോലീസ് മേധാവികളുടെയും രാഷ്ട്രീയ ഭരണ സ്വാധീനമുള്ള ആളുകളുടെയും പിന്തുണയോടുകൂടിയാണ് പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ടാണല്ലോ ഇവര് സധൈര്യം ഇത്തരം വിഷയങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ വരെ ഭീഷണിപ്പെടുത്താനുള്ള ചങ്കൂറ്റം ഈ ക്രിമിനൽ മാഫിയ സംഘങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുന്നു? അത് ആരുടെയെങ്കിലും പിൻബലവും പിന്തുണയും ഇല്ലാതെ സംഭവിക്കില്ലല്ലോ. അതുകൊണ്ട് ശക്തമായി അതിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഭരണാധികാരികൾ ഇതിലെത്താൻ തയ്യാറാകും. അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും വലിയ പ്രതികരണം ഉണ്ടാകും. ശരി, നന്ദി ശ്രീ ഹൈബി ഈഡൻ പ്രതികരിച്ചതിന്. നേരത്തെ സിബി മാത്യൂസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്തിട്ടുള്ള ആളാണ്. കാപ്പ പോലുള്ള ശക്തമായ നിയമങ്ങൾ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ കുറച്ചുകൂടി ആർജവം ഇക്കാര്യത്തിൽ പോലീസ് കാണിക്കേണ്ടതാണെന്നും എന്നാൽ ഫലമുണ്ടാകുമെന്നുമാണ് സിബി മാത്യൂസ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സംഘങ്ങൾ സംബന്ധിച്ച് വാർത്ത കൊടുത്തത് പുറത്തു വന്നതിലെ അതിലെ ആളുകളുടെ പേരൊക്കെ പറഞ്ഞതിൽ ഭീഷണി ഉണ്ടായിരിക്കും. അതിനെ സംബന്ധിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ശക്തമായ നടപടികൾ എടുക്കണം. ഇപ്പോ കാപ്പ പോലെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കർശനമായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യത്യാസം ഉണ്ടാകും, വലിയ വ്യത്യാസം ഉണ്ടാകും. അതിനകത്ത് രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാതിരിക്കാനും ഗവൺമെന്റിന്റെ ഉന്നത ഭാഗങ്ങളിൽ നിന്ന് അതിനുള്ള സംരക്ഷണം വാർത്ത ചെയ്യുന്നവർക്ക് ഉണ്ടാകണം. ആലുവ MLA അൻവർ സാദത്തും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ആലുവ, കളമശ്ശേരി, കൊച്ചി, തകരം തുടങ്ങിയ കേന്ദ്രീകരിച്ചാണ് കൂടുതലായിട്ടും ഈ ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനം കൂടാൻ കാരണമെന്നാണ് അൻവർ സാദത്ത് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കേരളത്തിലെ പോലീസ് ആഭ്യന്തര വകുപ്പ് തകർച്ചയിലാണെന്ന് പറയുന്ന ഞങ്ങളെപ്പോഴും ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിന്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ടോമിനെതിരെ കാണിക്കുന്ന ഈ, നമുക്കറിയാം നാട്ടില് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഗുണ്ട ആക്ടിവിറ്റിയിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മറ്റുള്ള രീതിയിൽ തെറ്റായ രീതിയിൽ പോകുന്ന ആളുകളെ ചൂണ്ടിക്കാണിക്കുക, അവരെ പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് സ്വാഭാവികമായിട്ടും ടോം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂസ് 18 ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഒരു തെറ്റല്ല. കാരണം ഇപ്പൊ ഞങ്ങള് രാഷ്ട്രീയ പ്രവർത്തകരെ, ഞങ്ങള് പൊതുപ്രവർത്തകരെ എന്തൊക്കെ രീതിയിൽ പത്രമാധ്യമ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു, ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അതിരൂക്ഷമായി വിമർശിക്കുന്നു. അപ്പൊ ഞങ്ങൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ഞങ്ങള് ഗുണ്ടാപണിക്കോ പോയിട്ടുണ്ടോ? അപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യുന്ന ആളുകളെ ചൂണ്ടിക്കാണുന്നത് യാതൊരു തെറ്റില്ല. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. കൊച്ചി നഗരത്തിൽ ഗുണ്ടാ സംഘങ്ങൾ തഴച്ചു വളർന്നിട്ടും പോലീസ് കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണെന്നാണ് ഷിയാസ് പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് നമുക്കിവിടെ ബോധ്യപ്പെടുന്നത്. ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ബ്യൂറോ ചീഫായിട്ടുള്ള ഒരാൾ ഒരു വാർത്ത ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ കെ സുരേന്ദ്രൻ പ്രതികരിക്കുകയാണ് ന്യൂസ് 18 കേരളത്തോട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ സംസ്ഥാനത്ത് എല്ലാ ക്രിമിനൽ സംഘങ്ങൾക്കും സ്വൈര്യവിഹാരം നടത്താൻ കഴിയുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ് ഇത് കാണിക്കുന്നത്. മാധ്യമപ്രവർത്തനം സ്വതന്ത്രമായി നടത്താൻ പോലും കൊട്ടേഷൻ സംഘങ്ങളും ഗുണ്ടകളും അനുവദിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ ഇത് ദോഷം ചെയ്യുന്ന ഒരു നിലയിലാണ് വന്നിരിക്കുന്നത്. ഇതിനെ ഞാൻ ശക്തമായി അപലപിക്കുന്നു. ഗുണ്ടാ സംഘങ്ങൾക്കെതിരായി വാർത്ത എഴുതിയതിന്റെ പേരിൽ വലിയ തോതിൽ ജീവന് ഭീഷണി മുഴക്കിയിരിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി അടിയന്തരമായി അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു വാർത്തയാണ് ന്യൂസ് 18 കേരളം പുറത്തുവിട്ട കൊച്ചി ലോകത്തിന്റെ ഉള്ളറകളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. ഇത് ചെയ്തതിനാണ് ന്യൂസ് 18 കേരളം അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിന് നേരെ തുടർച്ചയായ ഭീഷണി സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതും കൊട്ടേഷൻ മാഫിയയിൽ നിന്നാണെന്നുള്ള കാര്യം ഒരു സംശയവുമില്ലാത്തതാണ്. ഇക്കാര്യം പോലീസിൽ പരാതിയായി നൽകിയിട്ടുണ്ട്. എല്ലാ സുരക്ഷയും ഉറപ്പാക്കുമെന്ന്
പോലീസ് പറയുന്നു, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും എന്തൊക്കെ തുടർ നടപടികൾ ഈ കൊട്ടേഷൻ മാഫിയക്കെതിരെ പോലീസും ATSും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം ഇപ്പോഴും ഉയരുകയാണ്. ഇതേക്കുറിച്ചുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഗുണ്ടകൾക്കും അധോലോകത്തിനുമെതിരായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ ഭീഷണി ഉണ്ടാകുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഹരികുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മാധ്യമപ്രവർത്തകർക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യേണ്ടി വരുന്നത് വളരെ സ്വാഭാവികവും ആയ ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ അക്കാര്യത്തില് കൃത്യമായ ഒരു സുരക്ഷ ഒരുക്കാൻ പോലീസിനും പൊതുസമൂഹത്തിനും ഒക്കെ ബാധ്യതയുണ്ട്. കാരണം ഈ വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ പോലീസിൽ ഇക്കാര്യത്തിൽ ടോം പരാതിപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് KUWJ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അതേസമയത്ത് തന്നെയാണ് കൊച്ചി അധോലോകത്തെക്കുറിച്ചുള്ള ന്യൂസ് 18 അന്വേഷണ പരമ്പരയിൽ പോലീസ് ഇപ്പോൾ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ന്യൂസ് 18 ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ ഗുണ്ടാ നേതാവായ ഔറംഗസേബിനെ പെരുമ്പാവൂർ പോലീസ് ചോദ്യം ചെയ്തു. നേരത്തെ ATSും ഔറംഗസേബിനെ ചോദ്യം ചെയ്തിരുന്നു. അത് ന്യൂസ് 18 കേരളം വാർത്ത പുറത്തുവിട്ടതിന് തൊട്ട് പിന്നാലെയായിരുന്നു. ഇപ്പോൾ പെരുമ്പാവൂർ പോലീസും ഔറംഗസേബിനെ ചോദ്യം ചെയ്തു. പെരുമ്പാവൂർ അനസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന നിഷിലിൽ നിന്നും ആലുവ പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് രണ്ടുപേരെയും ചോദ്യം ചെയ്തത്. പെരുമ്പാവൂർ അനസിന്റെ സഹോദരനായ അസീസിനെയും ചോദ്യം ചെയ്തതായി സൂചനയുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഇപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുകയാണല്ലോ. നേരത്തെ ഉറക്കം നടിക്കുകയായിരുന്നു പോലീസ്, പക്ഷേ ഇപ്പോൾ വിവിധ ഏജൻസികൾ ഇക്കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. അസീസിൽ നിന്ന് വിവരങ്ങൾ തേടുന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. പെരുമ്പാവൂർ അനസ് ഇപ്പോഴും ഗൾഫിലാണ്, അവിടെ ബിസിനസ് ചെയ്യുന്നു എന്നാണ് വിവരം. അനസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനും ഈ അസീസിന്റെ പങ്കാളിത്തം, അസീസിന് എന്താണ് ഇതിലുള്ള പങ്കാളിത്തം, ഇതൊക്കെ നിർണായകമാണല്ലോ. ഇപ്പോൾ എന്തെല്ലാം നടപടികൾ പോലീസിൻ്റെതായിട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്? മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വാർത്തയുടെ ഇമ്പാക്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ ആലുവ പെരുമ്പാവൂർ പോലീസാണ് ഔറംഗസേബിനെയും അനസിന്റെ പങ്കാളിയായിരുന്ന നിഷിലിനെയും അതുപോലെ അനസിന്റെ സഹോദരൻ അസീസിനെയും ചോദ്യം ചെയ്തതായി മനസ്സിലാക്കുന്നത്. ഔറംഗസേബും ഈ നിഷിലും തങ്ങൾക്ക് അനസിന്റെ ഭാഗത്തുനിന്ന് വധഭീഷണിയുണ്ട് എന്നൊരു പരാതി നൽകിയിരുന്നു. ഇതേ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് വിളിച്ചു വരുത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല, ഈ തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതിയാണ് നിഷിൽ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതേ തുടർന്ന് മാത്രമല്ല, ഔറംഗസേബ് നമ്മുടെ ചാനലിലൂടെ വെളിപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ ഇമ്പാക്ട് ആണ് ഇപ്പോൾ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഔറംഗസേബിനോട് ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട്. ഔറംഗസേബും ഈ അനസിന്റെ ഭാഗത്തു നിന്നും വധഭീഷണി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലിൽ അനസിന്റെ പ്രവർത്തന മേഖലകൾ ന്യൂസ് 18 പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള സാഹചര്യം, അനസ് ദുബായിൽ വ്യാജ പാസ്പോർട്ടിൽ ദുബായിൽ എത്തിപ്പെട്ട സാഹചര്യം, വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കാൻ കർണാടകയിൽ നിന്നും നടത്തിയ ശ്രമങ്ങൾ, അതിന്റെ തെളിവുകൾ, ഇതെല്ലാം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഔറംഗസേബിനെയും പെരുമ്പാവൂർ പോലീസ് ചോദ്യം ചെയ്തതെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അനസിന്റെ സഹോദരനാണ് അസീസ്. ഒരുപക്ഷെ അനസ് എവിടെയുണ്ട്, അനസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിരിക്കാം അസീസിനെ ചോദ്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. മഞ്ജുഷ്, ശരിയാജ്ഞ. എന്തായാലും പോലീസ് ഇപ്പോൾ കൂടുതൽ പേരെ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. നേരത്തെ പെരുമ്പാവൂർ അനസിന്റെ വിശ്വസ്തരായിരുന്ന ആളുകൾ, പിന്നീട് അനസുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ ആളുകൾ, ഇവരെയാണ് കൂടുതലായിട്ടും പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുവാനായി വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നേരത്തെ ഔറംഗസേബിനെ ATS ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ ATSന് പിന്നാലെ പോലീസും ചോദ്യം ചെയ്യുകയാണ് ഔറംഗസേബിനെ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെയാണ് ന്യൂസ് 18 കേരളം നൽകിയ പരാതിയിൽ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ പോകുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ഒടുവിൽ SDPAയുടെ പിന്തുണ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് UDF. ഇതിന് കാരണമായിട്ട് UDF പറയുന്നത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരേപോലെ എതിർക്കുന്നു എന്നാണ്. SDPAയുടെ പിന്തുണ ആവശ്യപ്പെട്ട് ആരെയും സമീപിച്ചിട്ടില്ല എന്നും ഇന്ന് VD സതീശനും MM ഹസനും വ്യക്തമാക്കി. വിമർശനം ശക്തമായ പശ്ചാത്തലത്തിലായിരുന്നു രണ്ട് നേതാക്കളും മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം വിശദീകരിച്ചത്. അവരുടെ വാക്കുകളിലേക്ക്. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും
കേരളത്തിലെ കോൺഗ്രസും UDFും ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ SDPI UDFിന് നൽകിയിരിക്കുന്ന പിന്തുണയെ ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം. എല്ലാ ജനവിഭാഗങ്ങളും UDFിന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ്, ഈ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾ SDPIയുടെ പിന്തുണയെയും കാണുന്നത്. SDPIയുടെ നേതാക്കൾ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചു. UDFിൻ്റെ അനുമതി നേടിയിട്ടല്ല പിന്തുണ നൽകിയതെന്നാണ് SDPIയുടെ ഇപ്പോഴത്തെ വിശദീകരണം. ഇതേക്കുറിച്ച് നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം വ്യക്തമായ ഒരു തീരുമാനം എടുക്കുമെന്നാണ് SDPI പറയുന്നത്. അൻസാരി ഏനാത്താണ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. അൻസാരിയുടെ വാക്കുകളിലേക്ക്. UDFിന്റെ നിലപാട് ഇപ്പോഴാണ് അറിഞ്ഞത്. ഏതായാലും പാർട്ടി കൂടിയാലോചിച്ച് തീരുമാനം എടുക്കും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം UDFിന്റെ അനുവാദം വാങ്ങിയിട്ടല്ല പിന്തുണ നൽകിയത്. അതുകൊണ്ട് തന്നെ പാർട്ടി നിലപാട് അവരുടെ നിലപാട് ദയനീയമാണ്. അത് UDFിന്റെ ഗതികേടാണ് ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ പാർട്ടിയുടെ നിലപാടും മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. ഏതായാലും ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനം എടുക്കുകയുള്ളൂ. സെക്രട്ടേറിയറ്റോ അല്ലെന്നുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷോ അടിയന്തരമായിട്ട് കൂടുന്നതാവും. കഴിഞ്ഞ 2 ദിവസമായി ഈ വിഷയത്തിൽ UDFും കോൺഗ്രസും ഒരുപാട് വിമർശനങ്ങൾ കേട്ടതാണ്. അതുമാത്രമല്ല BJPയും LDFും ഇത് വലിയ പ്രചാരണ വിഷയമായി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് BJP ഇത് ദേശീയ തലത്തിലും വലിയ പ്രചാരണ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഇതിനിടെയാണ് നേതാക്കൾ തമ്മിൽ കൂടിയാലോചന നടത്തുകയും SDPIയുടെ പിന്തുണ വേണ്ട എന്ന പ്രഖ്യാപനം നടത്തിയതും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, കഴിഞ്ഞ ദിവസം VD സതീശനും മറ്റ് നേതാക്കളും പറഞ്ഞത് ഞങ്ങൾ ആരുടെയും പിന്തുണ തേടി പോയിട്ടില്ല, ആർക്ക് വേണമെങ്കിലും UDFിന് വോട്ട് ചെയ്യാം എന്നായിരുന്നുവല്ലോ. അതിൻ്റെ അർത്ഥം SDPIയുടെ പിന്തുണ വേണ്ട എന്ന് വെച്ചിട്ടില്ല, ഇത് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടിങ്ങനെ പൊടുന്നനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ പോകുന്നു? ഏത് തരത്തിലുള്ള സമ്മർദ്ദം നേതാക്കൾക്കുണ്ടായി? കോൺഗ്രസിനുള്ളിൽ തന്നെ വേണ്ട SDPIയുടെ പിന്തുണ എന്നുള്ള ഒരു ശക്തമായ നിലപാടുണ്ടായിട്ടില്ലേ? നേതാക്കൾ അത് തുറന്നു പറഞ്ഞില്ല എങ്കിൽ പോലും. മഞ്ജുഷ, മറ്റു വഴികളില്ലാതെ കോൺഗ്രസ് നേതൃത്വം ഈ പിന്തുണ വേണ്ട എന്ന് പറയാൻ നിർബന്ധിതമായെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുതന്നെയാണ് വസ്തുത. കാരണം ഏത് തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരുടെ പിന്തുണ ലഭിച്ചാലും അവർ സ്വീകരിക്കാറുണ്ട്. അത് രഹസ്യ പിന്തുണയും പരസ്യ പിന്തുണയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പരസ്യ പിന്തുണ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുകയായിരുന്നു. അത് സംസ്ഥാനത്തെ കോൺഗ്രസിനെ മാത്രമല്ല ദേശീയതലത്തിൽ പോലും കോൺഗ്രസിന് എതിരെ വലിയ പ്രചരണ വിഷയമായി BJP അത് ഉപയോഗിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ ഉപയോഗിച്ചത് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പച്ചക്കൊടിയുമായി ലീഗ് പ്രവർത്തകർ എത്തിയതാണ്. അത് ദേശീയതലത്തിൽ വലിയ വിമർശനം, വലിയ വീഴ്ച കോൺഗ്രസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞാണ് ഇപ്പോഴും അത്തരമൊരു സാഹചര്യത്തിലെ കാര്യങ്ങൾ പോകുന്ന തിരിച്ചറിവിൽ ദേശീയ നേതൃത്വത്തിനോട് സമ്മർദ്ദത്തിന്റെ ഫലമായാണ് SDPI പിന്തുണ വേണ്ടെന്ന് വയ്ക്കാൻ കോൺഗ്രസ് തീരുമാനമെടുത്തത്. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയുടെ, നിരോധിത സംഘടനയുടെ ആ പ്രവർത്തകർ തന്നെയാണ് ഏറെക്കുറെ ഈ പാർട്ടിയിലുമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സംഘടനയുടെ പിന്തുണ സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഭയന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശവും ഇടപെടലും ഈ പിന്മാറ്റത്തിന് പിന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എങ്കിലും വ്യക്തികളുടെ വോട്ട് സ്വീകരിക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം അഭിപ്രായപ്പെടുന്നു. പക്ഷേ SDPI എന്ന പാർട്ടിയുടെ പിന്തുണ പൂർണ്ണമായും വേണ്ടെന്ന് പറയുന്നതിലൂടെ ദേശീയതലത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ക്യാമ്പയിൻ, BJPയുടെ വിമർശനങ്ങൾക്ക് ക്യാമ്പയിനുള്ള മറുപടിയായത് മാറുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. മറ്റൊരു വഴിയുമില്ലാതെയാണ് അവർ ഈ പിന്തുണ വേണ്ടെന്ന നിലപാട് പരസ്യപ്പെടുത്താൻ അവർ നിർബന്ധിതരായത്. ശരിയാണ് അരുൺ. എന്തായാലും SDPIയുടെ പിന്തുണ ഒടുവിൽ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് UDF ചെയ്തിരിക്കുന്നത്. വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് VD സതീശനും MM ഹസനും നൽകിയത്. അതേസമയം ഇങ്ങനെ SDPIയുടെ പിന്തുണ വേണ്ടെന്ന് വയ്ക്കുന്നതിന് മുൻപ്, UDF വേണ്ടെന്ന് വയ്ക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. കോൺഗ്രസും SDPIയും തമ്മിൽ ഡീൽ നടന്നിട്ടുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ. ഇക്കാര്യം KPCC പ്രസിഡന്റ് പൂർണ്ണമായും അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്തതാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എല്ലാവരുടെയും പിന്തുണ ഇരിക്കട്ടെ എന്ന അവസരവാദപരമായ നിലപാടാണ് UDFിൻ്റേതെന്നും ലീഗ് അഭിപ്രായം പറയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. അതൊരു പ്രത്യേക അവസ്ഥയാണ്. ഇത് ശരിയായൊരു ഡീൽ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് വേണം സാധാരണഗതിയിൽ കണക്കാക്കാൻ. കാരണം SDPI പറഞ്ഞ
ന്യായം കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇതിൻ്റെ BJP വിരുദ്ധ പോരാട്ടത്തിൻ്റെ തലപ്പത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവായി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ UDF-നെ ഞങ്ങളിവിടെ സഹായിക്കുന്നുവെന്നാണ്. എന്നാൽ അവർ തന്നെ പങ്കാളിത്തം വഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. അതിലവർ AIADMKയുടെ കൂടെയാണ് എന്നാണ് വാർത്തകൾ കണ്ടത്. അപ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയുടെ കൂടെയല്ല AIADMK. അപ്പോൾ അവിടെ ഇന്ത്യ മുന്നണിക്കെതിരെ പോരാടുന്നു. ഇവിടെ ഇന്ത്യ മുന്നണിയിലെ ഒരു വിഭാഗത്തോടൊപ്പം ഞങ്ങൾ ദേശീയ താല്പര്യം വെച്ചുകൊണ്ട് കൂടുന്നുവെന്നാണ് പറഞ്ഞിട്ടുള്ളത്. SDPI പിന്തുണ പോലെ തന്നെയാണ് UDF-നെയും കോൺഗ്രസിനെയും വെട്ടിലാക്കിയിരിക്കുന്ന മറ്റൊരു സംഭവം കൂടി ഉണ്ടായത്. അത് ഇന്നലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പതാക ഒഴിവാക്കിയതാണ്. എന്തിനാണ് ലീഗിൻ്റെ പതാക മറയ്ക്കുന്നതിന് വേണ്ടി കോൺഗ്രസും സ്വന്തം പതാക ഉപേക്ഷിച്ചത് എന്ന ചോദ്യമാണ് ഇന്ന് മുഖ്യമന്ത്രി പോലും ഉന്നയിച്ചത്. ലീഗിൻ്റെ വോട്ട് വേണം, പക്ഷേ ലീഗിൻ്റെ പതാക മറയ്ക്കേണ്ടി വരും. ഇതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടെന്നാണ് മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് വിമർശിച്ചത്. കഴിഞ്ഞ തവണ 2019 വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്കിടെ ലീഗിൻ്റെ പതാകകൾ കൂടുതലായി ഉണ്ടായിരുന്നത് BJP പ്രചാരണായുധമായി വടക്കേ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പതാക രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ വേണ്ട എന്ന തീരുമാനം കോൺഗ്രസ് എടുത്തത്. പക്ഷേ അതിപ്പോൾ വെട്ടിലാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഈ വിഷയം ശക്തമായി ഉന്നയിക്കുകയാണ് LDF-ഉം BJP-യും. ആദ്യം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടാകും. സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് എന്തുകൊണ്ടാണ്? ഇത് ഒരുതരം ഭീരുത്വം. മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം, പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടിക്ക് പോലും ഐക്യം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് താണുപോയത്? ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ കൊടിയുടെ ചരിത്രം അറിയുമോ എന്ന് ഒരു സംശയം സ്വാഭാവികമായിട്ട് വരും. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ടുണ്ടായ കൊടി വിവാദം കോൺഗ്രസിനെതിരായ വലിയ പ്രചാരണായുധമാക്കി മാറ്റുകയാണ് BJP-യും ഇടത് കേന്ദ്രങ്ങളും. മുഖ്യമന്ത്രി തന്നെ ഇന്ന് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ലീഗിന്റെ വോട്ട് വേണം, പക്ഷേ കൊടി വേണ്ട എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുകയാണ്. അതോടൊപ്പം സ്വന്തം പാർട്ടിയുടെ പതാക ഉയർത്തിക്കാണിക്കാനുള്ള ആത്മവിശ്വാസം പോലും കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത്. സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടാകും. സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് എന്തുകൊണ്ടാണ്? ഇത് ഒരുതരം ഭീരുത്വം. മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം, പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടിക്ക് പോലും ഐക്യം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ്
താണുപോയത്. ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ കൊടിയുടെ ചരിത്രം അറിയുമോ എന്ന് ഒരു സംശയം സ്വാഭാവികമായിട്ട് വരും. വിഷയത്തിൽ കൃത്യമായ രാഷ്ട്രീയ വിമർശനവുമായി ബിജെപിയും രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് അകത്തും പുറത്തും ഇത് വലിയ തരത്തിൽ കോൺഗ്രസിനെതിരായ വിമർശനമായി ഉയർത്തിക്കാണിക്കുന്ന തരത്തിലേക്ക് തന്നെയായിരിക്കും ബിജെപിയുടെയും പ്രചാരണ പരിപാടികൾ. നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുമ്പോൾ തന്നെ ലീഗിന്റെ കൊടിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാരണം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ മറ്റ് വോട്ടർമാരോട് ഞാൻ മുസ്ലിം ലീഗിനോടൊപ്പമാണ് മത്സരിക്കുന്നത്, ഞാൻ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പമാണ് മത്സരിക്കുന്നത്, ഞാൻ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പമാണ് മത്സരിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ മടിയുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ലീഗ് എന്നും കോൺഗ്രസിന് ഒപ്പം നിൽക്കുന്ന, കോൺഗ്രസ് ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിനപ്പുറത്തേക്ക് ലീഗിനെ അകറ്റി നിർത്തുന്ന ഒന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകത്തില്ല എന്ന ജാഗ്രത തന്നെയാണ് നേതാക്കളുടെ എല്ലാവരുടെയും വിശദീകരണത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും BJPയും തമ്മിൽ വീണ്ടും ഒക്കച്ചങ്ങായിമാരായി മാറിയിരിക്കുക. വയനാട്ടിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോഴുണ്ടായ റോഡ് ഷോയിൽ പതാകയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരാതി. ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട, അത് AKG സെന്ററിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പ്രചരണ രീതി. കഴിഞ്ഞ രാഹുൽ ഗാന്ധി വന്ന തെരഞ്ഞെടുപ്പിൽ ഈ പതാക വിവാദം ഉണ്ടാക്കിയത് BJPയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതേ പതാക വിവാദം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. ലീഗ് പ്രവർത്തകർക്കിടയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കക്ഷികൾ ഇത് വലിയ തരത്തിൽ വിമർശനം ഉന്നയിക്കുന്ന തരത്തിലേക്ക് ഈ പ്രചാരണം ഏറ്റെടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ലീഗ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാതിരിക്കാൻ കരുതലോടെ മാത്രമേ കോൺഗ്രസ് നേതാക്കൾ വിഷയത്തിൽ പ്രതികരണം നടത്താവൂ എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വം മുഴുവൻ. മറ്റു വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് വീണ്ടും TTEക്ക് നേരെ ആക്രമണമുണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർക്ക് പുറപ്പെട്ട ജൻശതാബ്ദി എക്സ്പ്രസിലായിരുന്നു ഈ സംഭവം. ജെയ്സൺ തോമസ് എന്ന TTEക്കാണ് പരിക്കേറ്റത്. ഒരു ഭിക്ഷക്കാരനാണ് ജെയ്സനെ ആക്രമിച്ചത്. ഇപ്പോൾ പേടിയുണ്ട്, സുരക്ഷ വേണ്ടത്ര ഇല്ല ട്രെയിനുകളിൽ എന്നാണ് ജെയ്സൺ തോമസ് പറയുന്നത്. ആ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും TTEക്ക് നേരെ ആക്രമണമുണ്ടാകുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെട്ട ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിലാണ് ഇന്ന് രാവിലെ സംഭവമുണ്ടായത്. ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിൽ കയറിയത് ചോദ്യം ചെയ്തതിനാണ് TTEക്ക് നേരെ ആക്രമണമുണ്ടായത്. ഒരു ഭിക്ഷക്കാരനാണ് TTEയുടെ കണ്ണിന് സമീപം മാന്തിയത്. ട്രെയിൻ നീങ്ങിത്തുടങ്ങിയ ഉടനെയായിരുന്നു ഈ സംഭവം. പിന്നാലെ ഭിക്ഷാടകൻ ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെടുകയും ചെയ്തു. ആദ്യം ഇയാൾ യാത്രക്കാരും കച്ചവടക്കാരുമായി പ്രശ്നമുണ്ടാക്കി. ഇയാളുടെ പക്കൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ട്രെയിനിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഇയാൾ TTEയുടെ മുഖത്ത് മാന്തിയത്. പിന്നാലെ നീങ്ങിത്തുടങ്ങിയ ട്രെയിനിൽ നിന്നും ഇയാൾ ചാടി രക്ഷപ്പെട്ടു. ജെയ്സൺ തോമസ് എന്ന TTEക്കാണ് ആക്രമണം ഉണ്ടായത്. പ്ലാറ്റ്ഫോമിൽ കച്ചവടം ചെയ്ത ആളുകളെ തള്ളി മാറ്റിയാണ് ഇയാൾ അകത്തേക്ക് കടന്നതെന്നും TT ജെയ്സൺ തോമസ് പറഞ്ഞു. ഇന്ന് രാവിലെ 120/76 തിരുവനന്തപുരം കോഴിക്കോട് പോണ ജനശതാബ്ദി വർക്ക് ചെയ്ത് വന്ന TTസാണ്. ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഏകദേശം ഒരു 5:50 കഴിഞ്ഞപ്പോൾ ഒരു മുഷിഞ്ഞ വസ്ത്രധാരണത്തോടു കൂടി ഒരാൾ വണ്ടിക്കകത്തേക്ക് കയറി. കണ്ടാൽ തന്നെ തോന്നും ടിക്കറ്റ് ഇല്ലാത്തൊരു രീതിയാണ് അദ്ദേഹത്തിന് ബോഡി ലാംഗ്വേജ് മനസ്സിലായത്. ടിക്കറ്റ് ചോദിക്കുമ്പോൾ ടിക്കറ്റ് കാണിക്കാൻ കൂട്ടാക്കിയില്ല. മുന്നോട്ട് പോയി അവിടെ ഒരു വെണ്ടർ നിൽക്കണ്ടായിരുന്നു. ആ വെണ്ടറെ പിടിച്ച് തള്ളി. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല. ആ സൈഡ് ഡോർ അടഞ്ഞു കിടക്കായിരുന്നു. പിന്നീട് അദ്ദേഹം D10 കോച്ചിൽ 11 കോച്ചിലാണ് ഈ സംഭവം നടന്നത്. 10 കോച്ചിലേക്ക് മുന്നിട്ട് പോകുമ്പോൾ ഞാൻ പുറകെ ചെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ടിക്കറ്റ് ചോദിക്കുമ്പോൾ അദ്ദേഹം ടിക്കറ്റ് ഇല്ല. അവിടെ നിന്ന് പോകുന്ന പാസേജിൽ തുപ്പി കൈ മുഷ്ടി കുത്തി എന്നെ ഇടിക്കാൻ വേണ്ടി വന്നു. ഒരു പ്രാവശ്യം കൈ എടുത്ത് എന്നെ മാന്താനായിട്ട് ശ്രമിക്കാൻ പുറകോട്ട് മാറി. രണ്ടാമത്തെ എടുക്കുമ്പോൾ എൻ്റെ മാസ്കും വലിച്ചു കീറി എൻ്റെ കണ്ണിൻ്റെ കൂടെ വന്ന് കുറച്ച് ബ്ലഡ് വന്നു. നോൻ കഴിയാൻ എൻ്റെ കൺസേൺഡ് അതോറിറ്റീനെ ഞാൻ അറിയിച്ചു. ഗാർഡിൻ്റെ അടുത്ത് പോയി ഫസ്റ്റ് എയ്ഡ് എടുത്ത് വർക്കല വരെ ഗാർഡിൻ്റെ കൂടെ നിന്ന് ഫസ്റ്റ് എയ്ഡ് എടുത്ത് വർക്കലയ്ക്ക് ശേഷം ആസ് യൂഷ്വൽ എൻ്റെ ഡ്യൂട്ടി ഞാൻ കണ്ടിന്യൂ ചെയ്തു. കൂടെ വന്ന് റെയിൽവേ ഹോസ്പിറ്റലിൽ പോയി ഫസ്റ്റ് എയ്ഡ് ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. ഏകദേശം 5:50 രാവിലെ. ആൾ ഞാൻ പുറകെ കുറച്ച് ദൂരം പോയപ്പോഴാണെങ്കിൽ ആളെ കണ്ടറിയാൻ പറ്റും. കിട്ടിയില്ല. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. ട്രിവാൻഡ്രം സെൻട്രൽ പ്ലാറ്റ്ഫോം 2 വെച്ചാണ് ഈ പ്രശ്നം നടക്കുന്നത്. D11 കോച്ചിൻ്റെ ഫ്രണ്ടിലായിരുന്നു. പിന്നെ ഞങ്ങൾ കോച്ച് ചെയിൻ പുള്ളി ചെയ്ത്
വണ്ടിനൊക്കെ പോലീസൊക്കെ അപ്പോൾ അതിന് ശേഷമാണ് പോലീസ് വരണത്. അതിന് മുമ്പ് പോലീസൊന്നും ആ പരിസരത്ത് ഉണ്ടായില്ല. എൻ്റെ സഹപ്രവർത്തകർ വിളിക്കും, അവർ ഫസ്റ്റ് എയ്ഡിനുള്ള കാര്യങ്ങൾ ഗാർഡിനോട് ചെയ്തു. ഞാൻ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്തു. ഇവിടെ ആഴത്തുള്ള മുറിവ് അല്ലെങ്കിൽ കൂടി പേടിയാണ് വർക്ക് ചെയ്യാൻ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾ മരിച്ചിട്ട് ഇന്നലെ ഞങ്ങൾക്ക് അവസാനമായിട്ട് കാണാൻ പോലും സാധിച്ചില്ല. ഇന്നലെ ഇതേ വണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയതാണ്. ഓരോ യാത്രക്കാരെയും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് നമ്മുടെ എല്ലാവരും ആവശ്യമാണ്. കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ലേഡീസും ഉണ്ട്. ഒരു മെയിൽ TTI എനിക്ക് ഒരു അനുഭവമാണെങ്കിൽ രാത്രി പോകുന്ന വണ്ടികൾ എറണാകുളം സൗത്ത് ഡിപ്പോയിൽ ഉള്ള വണ്ടികളൊക്കെ ദീർഘദൂര വണ്ടികളാണ്. കൂടുതൽ ഹിന്ദി യാത്രക്കാർ, അതിഥി തൊഴിലാളികൾ എന്ന് പറയപ്പെടുന്ന ഒരു കൂടുതലുള്ള ഒരു വണ്ടികളുണ്ട്. മംഗള, പാട്ന എക്സ്പ്രസ്. ഇപ്പോൾ വിനോദേണ്ട സംഭവിച്ച വണ്ടിയാണ് പാട്ന. ആ വണ്ടിയുടെ യഥാർത്ഥ മുഖം കാണണമെങ്കിൽ തിരുപ്പൂരിന് ശേഷമാണ്. നമുക്ക് പണ്ടൊക്കെ ഞങ്ങൾ എന്തെങ്കിലും കാരണത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ട് അഴിച്ചു കഴിഞ്ഞ് കയറാൻ പറ്റത്തില്ല. കാരണം അവരത്രയായിരിക്കും, അവർ വളരെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. അപ്പോൾ പക്ഷേ ഇദ്ദേഹം ഒരു മലയാളം ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ട്. മലയാളിയാണോ എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. ആദ്യം തന്നെ അടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയിരുന്നു. പിന്നീട് മുഖത്ത് മാന്തുകയായിരുന്നു. ഗാർഡ് റൂമിൽ പോയി ഫസ്റ്റ് എയ്ഡ് എടുത്ത ശേഷമാണ് ജെയ്സൺ തന്റെ ജോലി വീണ്ടും തുടങ്ങിയത്. ട്രെയിൻ ടിക്കറ്റ് ചോദിച്ച് ട്രെയിനിൽ നിന്നും തള്ളിയിട്ട വിനോദിനെ, TT വിനോദിന്റെ മരണത്തിന്റെ ആഘാതത്തിൽ നിന്നും വിട്ടുമാറുന്നതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. എന്തായാലും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ TTമാർക്ക് ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും ഈ TTമാർ ആവശ്യപ്പെടുന്നു. അരുണാചൽ പ്രദേശിൽ മലയാളി ദമ്പതികളും കൂട്ടുകാരിയും മരിച്ചതിൽ കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് ഇപ്പോൾ പോലീസ്. ഇവരുടെ കൂടുതൽ ഇമെയിൽ ചാറ്റ് വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. ഇതിൽ നിന്ന് കുറേയേറെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 2021 മുതലുള്ള ചാറ്റ് വിവരങ്ങളാണ് ശേഖരിച്ചത്. ബ്ലാക്ക് മാജിക് ആണോ ഈ ആത്മഹത്യയെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇതിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണോ എന്നുള്ള സംശയം ഇപ്പോഴും പോലീസിനുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു കൃത്യത വരുത്തിയിട്ടില്ലെന്നാണ് DCP നിതിൻ രാജ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. അരുണാചൽ പ്രദേശിലെ ടീമുമായിട്ട് നമ്മുടെ കേരള പോലീസിൻ്റെ ടീം, നമ്മുടെ തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ ടീം ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇന്നലെ പോസ്റ്റ്മോർട്ടം പരിശോധനകളും അതുപോലെ ഫോറൻസിക് പരിശോധനകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിവ്യൂ ഇന്നലെ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ റിവ്യൂ ഇന്നും കൂടെ നടത്തുന്നുണ്ട്. അവരുടെ മുൻകാലങ്ങളിൽ എന്തൊക്കെയാണ് അവർ വായിച്ചിരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതികളിലുള്ള കമ്മ്യൂണിക്കേഷൻസാണ് അവർ നടത്തിയിരുന്നത്, ഈ 3 പേരും തമ്മിൽ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരുന്നത് എന്നതിനെ പറ്റിയിട്ടൊരു കൂടുതലായിട്ട് അന്വേഷണം ഈ ഒരു കാര്യത്തിൽ വരുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അവർ അരുണാചൽ പ്രദേശിലേക്ക് പോയത്, സിറോയിലേക്ക് പോയത് എന്നുള്ളതിനും കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. അതിൽ തന്നെ മുൻകൂട്ടിയും മുൻപും അവിടേക്ക് ട്രാവൽ ചെയ്തതായിട്ടുള്ള വിവരങ്ങളും നമ്മുടെ മുമ്പിൽ പ്രാഥമികമായിട്ടുണ്ട്. ആ റൂമിൽ നിന്നും സൂയിസൈഡൽ നോട്ട് കണ്ടെടുത്തിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനകളിലും ഈ 3 ആൾക്കാരുടെ പ്രസൻസ് മാത്രമേ നമുക്ക് അവിടെ റൂമിലും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. 3 പേരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. ഇന്ന് വൈകിട്ട് സംസ്കരിക്കും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV വിനോദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, എന്തായാലും അന്വേഷണം അരുണാചലിലും നടത്തുന്നുണ്ട് പോലീസ്, അതുപോലെ തന്നെ കേരളത്തിലും അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. കേരള പോലീസും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയാണ്. ഇത് ആത്മഹത്യ എന്ന കാര്യത്തിൽ പോലീസിന് സംശയമില്ലല്ലോ. അതോടൊപ്പം തന്നെ ഈ നവീൻ എന്ന ഇതിലെ ഈ ദമ്പതികളിൽ ഈ നവീൻ്റെ പങ്കാളിത്തം കൂടുതലായി ഉണ്ടോ എന്ന സംശയവും ഇപ്പോൾ പോലീസിന് വന്നിട്ടുണ്ടല്ലോ. നവീനാണോ ഇവരെ ഈ വിഷയത്തിലേക്ക് ആകർഷിച്ചത്? ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്, അതുപോലെ തന്നെ അന്യഗ്രഹ ജീവികളായി പുനർജനിക്കാം എന്ന രീതിയിലുള്ള തോന്നലുണ്ടാക്കി, ഇങ്ങനെയുള്ള സംശയങ്ങളാണല്ലോ ഇപ്പോൾ പോലീസിനുള്ളത്. മജീഷ്, 3 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ആര്യയുടെ വീടിന് മുന്നിലാണ്. മജീഷ് പറഞ്ഞതുപോലെ തന്നെ കേരള പോലീസും അതോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശിലെ അന്വേഷണ സംഘവും സംയുക്തമായി തന്നെയാണ് ഈ കേസിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇവർ ഈ അന്യഗ്രഹത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഈ തരത്തിലുള്ള ഒരു ആത്മഹത്യ തിരഞ്ഞെടുത്തു. ഇത് ബ്ലാക്ക് മാജിക്. അവരുടെ റൂമിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയ മുറിയിൽ ഒരു പാത്രത്തിൽ തലമുടിയും അതോടൊപ്പം തന്നെ കറുത്ത വളകൾ, അതിൻ്റെ കഷ്ണങ്ങൾ അത് പൊട്ടിച്ച നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരണത്തിന് മുൻപ് അവിടെ ഈ തരത്തിലുള്ള മന്ത്രവാദം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്ന് തരത്തിലുള്ള പ്രവൃത്തികൾ നടന്നിട്ടുണ്ടാകണം എന്ന നിലയ്ക്ക് തന്നെയാണ് DCPയുടെ വാക്കുകൾ പ്രകാരമാണെങ്കിൽ നേരത്തെ തന്നെ ദമ്പതികൾ അവിടേക്ക് പോയിട്ടുണ്ട്. നവീനും ദേവിയും നേരത്തെയും അരുണാചൽ പ്രദേശിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ്. പക്ഷേ ആര്യ ആദ്യമായാണ് അവിടേക്ക് പോകുന്നത്. ഇത്തവണത്തെ യാത്ര ഇവർ കൊൽക്കത്തയിലേക്ക് പോവുകയും അവിടെ നിന്ന് അസമിലേക്ക് പോവുകയും പിന്നീട് അരുണാചൽ പ്രദേശിലേക്ക് പോവുകയുമായിരുന്നു. ഈ നിലയ്ക്കാണ് ഇവരുടെ യാത്രാ വിവരങ്ങൾ
അതോടൊപ്പം തന്നെ ഈ ഇമെയിൽ സന്ദേശങ്ങൾ ഇവർ 4 കൊല്ലമായി ഈ 3 പേരും തമ്മിൽ നടത്തിയ ഇമെയിൽ സന്ദേശങ്ങൾ അത് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലുണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. ഏതായിരുന്നാലും ഈ അന്യഗ്രഹവാസവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 500 പേജും 1000 പേജും അങ്ങനെ അവർ ഡൗൺലോഡ് ചെയ്തെടുത്തത് അടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഇമെയിൽ ചാറ്റിനപ്പുറത്തേക്ക് ഇവർ സ്വന്തം നിലയ്ക്ക് യൂട്യൂബിലോ മറ്റു കാര്യങ്ങളിലോ പരതിയതിന് പുറമെ മറ്റേതെങ്കിലും ഗ്രൂപ്പിനോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ഇവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞോ? പ്രത്യേകിച്ച് നവീനാണ് ഈ 2 യുവതികളെയും ഇതിലേക്ക് ആകർഷിക്കുന്നത്. അതായത് ആദ്യം നവീൻ ഇത്തരമൊരു മേഖലയിലേക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പിന്നീട് നവീൻ്റെ സ്വാധീനത്താൽ ഭാര്യയുടെ സുഹൃത്തും ഇതിലേക്ക് വന്നു വീഴുന്നു എന്ന ഒരു നിഗമനമാണുള്ളത്. അതിനപ്പുറത്തേക്ക് നവീനെ ഇതിലേക്ക് വലിച്ചടുപ്പിച്ചതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ ഈ തരത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘങ്ങളുണ്ടോ എന്ന കാര്യമാണ്. പക്ഷേ ഇതുവരെയും ആ തരത്തിലുള്ള ഒരു സ്ഥിരീകരണം പോലീസിന് ലഭിച്ചിട്ടില്ല. ഇതുവരെയുള്ള അന്വേഷണത്തിൽ അങ്ങനെ കണ്ടെത്താനായിട്ടില്ല. നവീൻ തന്നെയാണ് ഇതിൽ ആകൃഷ്ടനാവുകയും അല്ലെങ്കിൽ ഈ തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു എന്ന് കരുതുന്നു. ഇനിയും വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇവരുടെ ഫോൺ രേഖകളടക്കം കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. അരുണാചൽ പ്രദേശിലെ അന്വേഷണ സംഘം ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ഇവർ മരണത്തിന് മുൻപ് വളരെ സന്തോഷത്തോടെയാണ് അവിടെ പെരുമാറിയത്. ആ ഹോട്ടലിൻ്റെ പരിസരത്ത് അവർ സഞ്ചരിച്ചതടക്കമുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് അസ്വാഭാവികതയൊന്നും അവിടെ തോന്നിയിരുന്നില്ല. പക്ഷേ മുറിക്കുള്ളിൽ ഇവർ വിചിത്രമായ മുറിവുകൾ ഉണ്ടാക്കുകയും രക്തം വാർന്ന് മരിക്കുകയുമായിരുന്നു. മുറിക്കുള്ളിൽ തന്നെ 3 ഇടങ്ങളിലായാണ് 3 പേരുടെയും മൃതദേഹമുണ്ടായിരുന്നത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാണ് മൃതദേഹങ്ങൾ ഇപ്പോൾ നാട്ടിൽ എത്തിച്ചിട്ടുള്ളത്. അല്പസമയത്തിലേക്ക് ഉള്ളിൽ വീട്ടിലേക്ക് കൊണ്ടുവരും. സംസ്ഥാന പോലീസിന്റെ അടക്കം അന്വേഷണം ഇനിയും തുടരും. ശരി വിനോദ്, എന്തായാലും പോലീസിന് ഇക്കാര്യത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നത് തന്നെ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. എന്താണ് ഈ ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ബ്ലാക്ക് മാജിക് സംഘങ്ങളിലേക്കുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം മുൻ MP ആയ PK ബിജുവിന് ED നോട്ടീസ് നൽകിയത്. ഇന്ന് ഹാജരാകാനാണ് ബിജുവിന് നോട്ടീസ് നൽകിയത്. ബിജു അല്പസമയം മുമ്പ് EDയുടെ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിട്ടുണ്ട്. ഉടൻ തന്നെ ചോദ്യം ചെയ്യൽ തുടങ്ങും. നേരത്തെ PK ഷാജന് ED നോട്ടീസ് നൽകിയിരുന്നു. നാളെയാണ് ഈ PK ഷാജൻ EDക്ക് മുന്നിൽ ഹാജരാകേണ്ടത്. കഴിഞ്ഞ ദിവസം MM വർഗീസിനോട്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി MM വർഗീസിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം EDക്ക് മുന്നിൽ എത്തിയിരുന്നില്ല. ഇപ്പോൾ PK ബിജുവാണ് ഇന്ന് EDക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ട് കാണാം. അല്ല, ED വിളിച്ചിരിക്കുന്നു, എന്താണെന്നറിയില്ല. അത് അവരുമായിട്ട് അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് കഴിയുന്ന മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശിക്കുന്നു തോന്നുന്നു. നോക്കാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. പാർട്ടിയുടെ അന്വേഷണ സമിതിയിലെ അംഗമാണെന്നതിലേക്ക് എന്താണെന്നറിയില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, ആദ്യമായിട്ട് നോട്ടീസ് തരും. അതെ, നേരത്തെ നോട്ടീസ്. അത് നിങ്ങൾ വാർത്ത കൊടുത്താൽ മാത്രമേ ഉള്ളൂ. വിളിക്കുമ്പോൾ പോകുമെന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അന്വേഷണ കമ്മീഷനുമായിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. PK ബിജുവിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് അറിയാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് റിപ്പോർട്ട് സംബന്ധിച്ച ഉള്ള വിവരങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് അറിയേണ്ടത്. PK ബിജുവിനെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും അറിയാമെന്ന രീതിയിൽ തന്നെയാണ് EDക്ക് മുന്നിലേക്ക് എത്തിയ പലരും തന്നെയും മൊഴി നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ജിജോർ എന്ന വ്യക്തി നൽകിയിരിക്കുന്ന മൊഴിയാണ്. നേരത്തെ ജിജോറിനെ പലതവണ അദ്ദേഹം തൃശൂരിലെ നഗരസഭാ കൌൺസിൽ കൂടിയാണ്. ജിജോറിന്റെ മൊഴി പ്രകാരം ഇതിൽ PK ബിജുവിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും അറിയാം. അതോടൊപ്പം തന്നെ ഇതിൽ ഒരു മുഖ്യപ്രതിയായ P സതീഷ് കുമാറിന്റെ സഹോദരൻ P ശ്രീജിത്തിന്റെ അക്കൌണ്ടിൽ നിന്ന് ബിജുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു തുക 5 ലക്ഷത്തോളം തുക പിൻവലിച്ചതായിട്ടുള്ള മൊഴികളടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളുടെ എല്ലാം തന്നെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു അന്വേഷണമാണ് ED മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ പരാതികൾ ലഭിച്ചിരുന്നു. അതിൽ CPMന്റെ ഭാഗത്തുനിന്ന് പലരെയും തന്നെ ഈ കേസിലേക്ക് വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് ED എത്തിയിരുന്നു. MM വർഗീസിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ചോദ്യം ചെയ്ത വിട്ടയച്ചിരുന്ന AC മൊയ്തീൻ അടക്കമുള്ളവരെ വീണ്ടും വിളിപ്പിക്കുമെന്ന സൂചന തന്നെയാണ് നിലവിലുള്ളത്. നേരത്തെ കരുവന്നൂർ ബാങ്കിൽ CPMന് അക്കൗണ്ടുകൾ ഉണ്ട് എന്ന കണ്ടെത്തൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയതാണ്. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും RBIയെയും ധനമന്ത്രാലയത്തെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുമുണ്ട്.
ഈ വാർത്ത പുറത്തു വന്ന ദിവസം മുഖ്യമന്ത്രിയോട് ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് മറുപടി നൽകുകയുണ്ടായി. CPM-ന് അങ്ങനെ ഒരു രഹസ്യ അക്കൗണ്ടും ഒരു ബാങ്കിലും ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ വർഷവും ആദായനികുതി റിട്ടേൺ കൃത്യമായി നൽകാറുള്ളതാണ്. CPM-ന്റെ എല്ലാ അക്കൗണ്ടുകളും പാൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണെന്നും ED നടത്തുന്ന അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. കരുവന്നൂർ കാര്യത്തിൽ ED നടത്തുന്ന അന്വേഷണം എന്നത് ബോധപൂർവ്വം നടത്തുന്നൊരു കാര്യമാണ്. അത് ഒരു വെറുതെ നടക്കുന്നൊരു കാര്യമാണെന്ന് കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ED നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ED മാത്രമല്ല, CBI, സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം, ഇപ്പോൾ ഇൻകം ടാക്സ്, ഇവരെല്ലാം രാജ്യത്ത് വലിയ തോതിലുള്ള വല വീശിയിട്ടുണ്ട്. ആർക്കെതിരെയാണ്? BJP ഇതര പാർട്ടികൾക്ക് നേരെയാണ്. ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാന പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ആ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനമാണ്. കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെ വലിയ തോതിൽ ഇത്തരം ഏജൻസികൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ എതിർക്കും. എന്നാൽ കരുവന്നൂർ വിഷയത്തിൽ EDയുടെ ജോലിയാണ് ചെയ്യുന്നതെന്ന് സുരേഷ് ഗോപി. ഇക്കാര്യത്തിൽ EDയുടെ അന്വേഷണം മുന്നോട്ട് പോകും. അത് ദുരുദ്ദേശപരമാണെന്ന് പറയുന്നത് CPM മാത്രമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അല്ല, അതൊക്കെ EDയുടെ ജോലിയാണ്. എൻ്റെ ജോലിയോ അല്ലെങ്കിൽ എൻ്റെ സർക്കാരിൻ്റെ ജോലിയല്ല. അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ടിവിറ്റീസാണ്, ആക്ഷൻസാണ്. അത് കൃത്യമായിട്ട് അത് പാലിക്കേണ്ടവർക്കറിയാം. അത് പാലിക്കാൻ അത് ഒരു കൃത്യസമയത്ത് അവർ ചെയ്തോളും. തെരഞ്ഞെടുപ്പ് കാലത്ത് EDക്ക് രാഷ്ട്രീയ ദുരുദ്ദേശമെന്നാണ് CPM-ന്റെ പ്രതികരണം. CPM-ന്റെ അല്ലേ ഉള്ളൂ, നിങ്ങളുടെ ഉണ്ടോ? ഇല്ലല്ല, ഉണ്ടോ? അല്ല, അതെ, അതവർ അങ്ങനല്ലേ പ്രതികരിക്കാൻ പറ്റൂ. അവർ പ്രതികരിക്കട്ടെ. കേരളത്തിൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുവാനുള്ള അവസാന ദിവസമാണ് ഇന്ന്. പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. റോഡ് ഷോയോടുകൂടിയാണ് പല സ്ഥാനാർത്ഥികളും പത്രികാ സമർപ്പണത്തിന് എത്തിയത്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ-പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, വയനാട്ടിൽ K. സുരേന്ദ്രൻ എന്നിവരാണ് ഇന്ന് പത്രിക നൽകിയ പ്രമുഖർ. കൂടാതെ ഷാഫി പറമ്പിൽ ഇന്ന് പത്രിക നൽകി. K. മുരളീധരൻ ഇന്ന് പത്രിക സമർപ്പിച്ചു. റോഡ് ഷോ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കേന്ദ്രമന്ത്രി S. ജയശങ്കറും രാജീവ് ചന്ദ്രശേഖർ പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്നു. റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. വയനാട്ടിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി K. സുരേന്ദ്രനൊപ്പം പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി വന്നിരുന്നു. റോഡ് ഷോയിലും സ്മൃതി ഇറാനി പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങൾ നൽകും MG മിഥുൻ, ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, ഇന്ന് അവസാന ദിവസമായതുകൊണ്ട് തന്നെ കൂടുതൽ ആവേശത്തിലായിരുന്നുവല്ലോ സ്ഥാനാർത്ഥികൾ. എവിടെയൊക്കെ ആരൊക്കെ ഇന്ന് പത്രിക നൽകി? മനുഷ്യ തീർച്ചയായും, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം ഏകദേശം തെളിയുന്നു എന്നുള്ളത് തന്നെയാണ്. അവസാന സമയത്തിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വലിയ റോഡ് ഷോയോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആയി എത്തുകയും ചെയ്ത്. അദ്ദേഹത്തിനോടൊപ്പം കേന്ദ്രമന്ത്രി S. ജയശങ്കറും ഒപ്പം തന്നെ മുൻ ഇന്ത്യൻ അംബാസഡർ കൂടിയായിട്ടുള്ള TP ശ്രീനിവാസൻ അടക്കമുള്ളവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുകയും ചെയ്തിരുന്നു. വലിയ ജനാവലിയോട് കൂടിയായിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹം പത്രിക സമർപ്പിക്കാൻ എത്തുകയും ചെയ്ത്. പിന്നീട് ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ AM ആരിഫ് നിലവിൽ കഴിഞ്ഞ 2019 LDF-ന്റെ ഏക MP ആണ് AM ആരിഫ്. അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തി. അദ്ദേഹത്തോടൊപ്പം G. സുധാകരൻ എത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ തന്നെ നമുക്കറിയാം, ആലപ്പുഴയിൽ G. സുധാകരനും ഒപ്പം തന്നെ AM ആരിഫ് അടക്കമുള്ളവരുമായി വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു G. സുധാകരൻ്റെ ഒരു സാന്നിധ്യം അവിടെ കാണാൻ സാധിക്കുകയും ചെയ്തത്. എന്തായാലും അതിനുശേഷം പിന്നീട് മറ്റു പ്രമുഖർ, അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ എന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വയനാട്ടിൽ സ്മൃതി ഇറാനിയോടൊപ്പം ആയിരുന്നു അദ്ദേഹം. വലിയ ജനാവലിയോടുകൂടി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി എത്തി പത്രിക സമർപ്പിച്ചതിന് സമാനമായ രീതിയിൽ വലിയ ജനാവലിയോടുകൂടിയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ K. സുരേന്ദ്രൻ എത്തുകയും ചെയ്ത്. തൃശ്ശൂരിൽ K. മുരളീധരൻ അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വടകരയിൽ ഷാഫി പറമ്പിൽ അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആലത്തൂരിൽ രമ്യ
ഹരിദാസ് വലിയ ജനാവലിയോടുകൂടി പദയാത്ര നടത്തിക്കൊണ്ടായിരുന്നു വരണാധികാരിക്ക് മുമ്പിലെത്തിയ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നിരവധി പാർട്ടിയിൽ നിന്നുള്ള നിരവധി സ്ഥാനാർത്ഥികൾ ഇന്ന് അവസാന സമയം അവസാനിക്കുന്ന ദിവസമാണ്. വൈകിട്ട് 5 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കുകയും ചെയ്യും. എന്തായാലും നിരവധി സ്ഥാനാർത്ഥികൾ പത്രിക ഇതിനോടകം തന്നെ സമർപ്പിച്ച് കഴിയുകയും ചെയ്തു. ശരി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടി ഇല്ലാത്തത് ഇപ്പോഴും ഒരു വിവാദ വിഷയമാണ്. ഇതേക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ പ്രതികരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. രാഹുലിന്റെ മുഖമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്നതെന്നാണ് AP അനിൽകുമാർ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. കൊടികൾ ഒഴിവാക്കിയതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വിശദീകരണം തന്നെയാണ് AP അനിൽകുമാറും നൽകിയത്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. രാഹുലിനെ കാണാനും അദ്ദേഹത്തെ കേൾക്കാനും വയനാട്ടിലെ 7 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും 10,000-കണക്കിന് പ്രവർത്തകരാണ് എത്തിച്ചേർന്നത്. വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസിന് ഈ റോഡ് ഷോ നൽകുന്നത്. ശ്രീ AP അനിൽകുമാർ നമ്മോടൊപ്പം ചേരുന്നു. രാവിലെ നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് ഈ ഒരുക്കങ്ങളെക്കുറിച്ചായിരുന്നു. എങ്ങനെയുണ്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷമുള്ളത്? ഞങ്ങൾക്ക് എന്തായാലും വലിയ ജനക്കൂട്ടം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിൽ തർക്കമില്ല. പക്ഷേ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് ഇന്ന് ജനങ്ങൾ എത്തിയത്. ഞങ്ങൾക്കൊരു ആശങ്ക ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. റംസാൻ വ്രതവുമായി ബന്ധപ്പെട്ട സമയമാണ്, കനത്ത ചൂടാണ്. അപ്പോൾ അതുമായി ഒരാശങ്ക മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ആശങ്കകൾക്കും അപ്പുറത്ത്, സംഘാടകരുടെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ എന്തുമാത്രം സ്ഥാനം പിടിച്ചു എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു ജനക്കൂട്ടമാണ് കൽപ്പറ്റയിലെത്തിയത്. ഇനി എന്നാണ് അദ്ദേഹം വരുന്നത്? എങ്ങനെയാണ് പ്രചരണത്തിന്റെ ആലോചനകൾ? 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 7 നിയോജകമണ്ഡലങ്ങളിൽ പ്രചരണം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിച്ചേരും. ഏകദേശം ഡേറ്റിനെ കുറിച്ചുള്ള ധാരണയായിട്ടുണ്ട്. എങ്കിലും അതിന്റെ മുഴുവനായിട്ടുള്ള കൺഫർമേഷൻ ആയിട്ടില്ല. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6445, പവന് 51,560 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5400, പവന് 43,200 രൂപ. വെള്ളി ഗ്രാമിന് 86, കിലോയ്ക്ക് 86,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ടോം കുര്യാക്കോസ് ചേരും സ്പോട്ട് ലൈവുമായി. സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണം